അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, അടുക്കളയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾ അടുക്കളയിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ കുടുംബത്തെ അതിദാരിദ്ര്യത്തിലേക്ക് നയിക്കാനും കുടുംബത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടാനും കുടുംബ കലഹങ്ങൾ ഉണ്ടാകാനും സമാധാനം നഷ്ടപ്പെടാനും ഈ കാര്യങ്ങൾ കാരണമാകും. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കേണ്ടതാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അടുക്കള. ഏറ്റവും കൂടുതൽ വൃത്തിയാവേണ്ടതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു സ്ഥലം, ആ വീട്ടിലെ കുടുംബിനി, ആ വീട്ടിലുള്ള ആളുകൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ആ അടുക്കളക്ക് കുടുംബത്തിൽ വലിയ പ്രത്യേകതകളും പ്രാധാന്യവുമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്നത് അടുക്കളയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും ബിസ്മി ഒഴിവാക്കുക എന്നത്. ബിസ്മി ഒഴിവാക്കാൻ പാടില്ല. ബിസ്മി എപ്പോഴും അടുക്കളയിലേക്ക് കയറുന്ന സമയത്തും ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും ഭക്ഷണം അടുപ്പിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്തും ഭക്ഷണത്തിൻ്റെ പാത്രം തുറക്കുന്ന സമയത്തും അടക്കുന്ന സമയത്തും ആദ്യമായി തീ കത്തിക്കുന്ന സമയത്തും ഇങ്ങനെ അടുക്കളയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മൾ തുടക്കത്തിൽ അടുക്കളയിലേക്ക് കയറുമ്പോഴെങ്കിലും ബിസ്മി ചൊല്ലിയിട്ട് അടുക്കളയിലേക്ക് കയറിയാൽ വലിയ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലും ആ അടുക്കളയിലും ആ കുടുംബത്തിലും അല്ലാഹു ബറക്കത്ത് നൽകും. ബിസ്മി ഒഴിവാക്കുന്നതിലൂടെ അല്ലാഹുവിൻ്റെ അതിമഹത്തായ ബറക്കത്ത് എന്ന് പറയുന്ന അനുഗ്രഹം ഇല്ലാതാവുകയാണ്. ബറക്കത്തില്ലാണ്ടായാൽ നമുക്കറിയാം ആ കുടുംബത്തെ എല്ലാ സമാധാനവും നഷ്ടപ്പെടും. ആ കുടുംബത്തിൽ ഒരിക്കലും സന്തോഷം ലഭിക്കുകയില്ല. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ബിസ്മി ചൊല്ലുക എന്നത്. എല്ലാ ദിവസവും അടുക്കളയിലേക്ക് കയറുമ്പോൾ അത് പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വായിൽ ബിസ്മി വരും. അതുകൊണ്ട് അടുക്കളയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും കയറുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ബിസ്മി ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം അൽ ഇസ്റാഫു വതബ്ദീറു ത്വആം, ഭക്ഷണം അനാവശ്യമായിട്ട് ഉണ്ടാക്കുക എന്നതാണ്. വീട്ടിൽ എത്ര ആളുകളുണ്ട്, ആ ആളുകൾക്ക് വേണ്ടി അവരുടെ വയറ് നിറയാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുക. എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകും, അനാവശ്യമായി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റാക്കി കളയുക. അത് നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെടുത്താനുള്ള കാരണമാകും. ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. എത്രയോ ആളുകളാണ് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് നരകിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഭക്ഷണം പാഴാക്കി കളയുക എന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആവശ്യത്തിന് വേണ്ടി മാത്രം പാചകം ചെയ്യുക, ആവശ്യത്തിന് വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ച് ഒരിക്കലും വേസ്റ്റാകുന്ന രൂപത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല. വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്രിഫീങ്ങളെ, ഇസ്രാഫ് കാണിക്കുന്നവരെ, ദുർവ്യയം കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. കുടുംബക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ വിരുന്നുകാർ വരുന്നുണ്ട്, അതിഥികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കുടുംബത്തിലേക്ക് കയറി വരുന്ന അതിഥികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലെ എല്ലാ വിഭവങ്ങളും ഒരു തവണ ഒന്ന് രുചിച്ചു നോക്കാൻ പോലും ചിലപ്പോൾ അവർക്ക് കഴിയില്ല, അവരുടെ വയറ് നിറഞ്ഞിട്ട്. അത്രത്തോളം ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ വലിയ പാചകക്കാരിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ ധർമ്മശീലരാണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഭക്ഷണം പാകം ചെയ്യാവൂ. അതിഥികളെ സൽക്കരിക്കേണ്ട എന്നല്ല പറഞ്ഞത്, അവർക്കും ആവശ്യമുള്ളൊരു സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക. അതും അനാവശ്യമാവാൻ പാടില്ല. അയൽവാസികൾക്ക് കൊടുക്കണം എന്നുണ്ടാക്കി അയൽവാസികൾക്ക് കൊടുക്കണം എന്നും വിചാരിച്ച് കുറച്ച് അധികം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കുന്ന രൂപത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. ഇനി അദമുൻ നളാഫത്തി ഫിൽ മത്ബഖി, അടുക്കള വൃത്തിഹീനമായിട്ട് ഇങ്ങനെ ഇടുക. അവിടെ കറിക്ക് വേണ്ടിയിട്ട് മുറിച്ച പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട്, ഭക്ഷണം കഴിച്ചതിൻ്റെ പാത്രം അവിടെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുക്കള മുഴുവൻ മലങ്കോലമായി വൃത്തിയില്ലാതെ തുടക്കാതെ അടിക്കാതെ ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വൃത്തിഹീനമായ ഒരു അടുക്കള. ഇത് ജോലി കഴിഞ്ഞ ഉടനെ തന്നെ വൃത്തിയാക്കി വെക്കണം.
കുറച്ച് കഴിയട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മടി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മനസമാധാനം നഷ്ടപ്പെടും. ബറക്കത്തില്ലാത്ത അടുക്കളയായി മാറും. അടുക്കള ബറക്കത്തില്ലാതാകുന്നതോടുകൂടി ആ അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളും കുടുംബവും സന്തോഷമില്ലാത്തവരായി തീരും. അതുകൊണ്ട് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ അതുണ്ടാക്കുന്ന അടുക്കളയിൽ ബറക്കത്തുണ്ടാകണം. അത് വൃത്തിയുള്ളതാവണം. അന്നവാഫത്തു മിനൽ ഈമാൻ. വൃത്തി എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. ഈമാനുള്ളവർക്ക് വൃത്തിഹീനമായി കിടക്കുന്നത് കണ്ടാൽ സഹിക്കൂല. അവരെത്രയും പെട്ടെന്ന് വൃത്തിയാക്കും. അതുകൊണ്ട് ഒരു കുടുംബിനിയായ ഒരു സ്ത്രീയുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അടുക്കള പോയി നോക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുള്ള ജീവിതം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇനി നാലാമത്തെ കാര്യം, ഇദ്ഖാലുൽ ഹറാമി ഫി ത്വആം. ഹറാമായ വരുമാനത്തിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കള ഒരിക്കലും ചെയ്യാൻ പാടില്ല. പലിശയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ആ വരുമാനത്തിൽ നിന്നാണ് മാംസം വാങ്ങുന്നത്, ആ വരുമാനം കൊണ്ടാണ് നമ്മൾ അരി വാങ്ങുന്നത്, ആ വരുമാനം കൊണ്ടാണ് മത്സ്യം വാങ്ങുന്നത്, എന്നിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഹറാമായ വരുമാനം, ആ വരുമാനം കൊണ്ട് വാങ്ങിയ ഭക്ഷണവും ഹറാമാണ്. അത് പാകം ചെയ്യുന്ന അടുക്കള, ആ അടുക്കളയിൽ ബറക്കത്തുണ്ടാവില്ല. ആ ബറക്കത്തില്ലാത്ത ഭക്ഷണം ബറക്കത്തില്ലാത്ത അടുക്കളയിൽ പാകം ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ, നമ്മുടെ ആരാധനകളെ തന്നെ അത് ബാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അഞ്ചാമത്തെ കാര്യം, തർക്കു ശുക്രി അല നിഅമ. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ നന്ദിയില്ലാതാവുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കാൻ കഴിയുക എന്നുള്ളത്. ആ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുക എന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, പാചകം ചെയ്യാൻ കഴിയാതെ പുകയാ തടുപ്പുകളുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ആ സമയത്താണ് എൻ്റെ വീട്ടിൽ 3 നേരവും അടുപ്പ് പുകയുന്നത്. അൽഹംദുലില്ലാ. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നല്ല രൂപത്തിൽ ഭക്ഷണം പാചകം ചെയ്ത് ഉദ്ദേശിച്ച രൂപത്തിലുള്ള രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. നല്ല രൂപത്തിലുള്ള മാംസം വാങ്ങാൻ ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാംസം, മത്സ്യം ഇങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് ഇന്ന് നല്ല ഭക്ഷണമാണ്. അൽഹംദുലില്ലാ. ഇങ്ങനെ ഒരു അൽഹംദുലില്ലാ നിറഞ്ഞു നിൽക്കുന്ന, ഒരു നന്ദി നിറഞ്ഞു നിൽക്കുന്ന, ഒരു ശുക്ർ നിറഞ്ഞു നിൽക്കുന്ന ഒരു അടുക്കളയാണെങ്കിൽ ആ അടുക്കള ബറക്കത്തുള്ള അടുക്കളയായിരിക്കും. അത് അവിടുത്തെ ആ ഭക്ഷണം പാചകം ചെയ്യുന്ന കുടുംബിനിയുടെ സ്വഭാവമാണ്. ആ അൽഹംദുലില്ലാ എപ്പോഴും സദാസമയവും നിറഞ്ഞു നിൽക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞാൽ അൽഹംദുലില്ലാ. അങ്ങനെ എപ്പോഴും സന്തോഷം, അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ളൊരു ഇടമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ എത്രത്തോളം നന്ദി പറയുന്നോ, എത്രത്തോളം നന്ദിയുള്ളവരാകുന്നോ, അത്രത്തോളം നിങ്ങൾക്ക് സന്തോഷം അല്ലാഹു വാരിക്കോരി തരും. പരിശുദ്ധ ഖുർആൻ പറയാണ്. ഇനി ആറാമത്തെ കാര്യം, അൽ അക്ലു ബിൽ യദിൽ യുസ്റാ. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക അടുക്കളയിൽ ഒഴിവാക്കേണ്ട കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ചോറ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിൽ ഇങ്ങനെ ആ നല്ല രൂപത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചു തിന്നുമ്പോൾ ഇടത് കൈ കൊണ്ട് കഴിക്കും, അല്ലെങ്കിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ മര്യാദ പാലിക്കാതെ ഭക്ഷണം കഴിക്കുന്ന അടുക്കള അത് ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് വലത് കൈ കൊണ്ടായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഇരുന്നു കൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. ഇനി ഏഴാമത്തെ കാര്യം, അല്ലക്ലു ബിഗൈരി നിയ്യത്തി സ്വാലിഹ. നല്ല നിയ്യത്തോടുകൂടെ ഭക്ഷണം പാചകം ചെയ്യുക, നല്ല നിയ്യത്തോടുകൂടെ ഭക്ഷണം കഴിക്കുക. നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്ന ആൾക്കുണ്ടാകേണ്ട നിയ്യത്ത് എന്താണ്? ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അൽഹംദുലില്ലാ പടച്ചോനെ എനിക്ക് കൂലി തരണം, എൻ്റെ ഭർത്താവിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്, എനിക്കതിനുള്ള പ്രതിഫലം നൽകണം അല്ലെങ്കിൽ ലഭിക്കണമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഒരു സ്ത്രീ, ഒരു കുടുംബിന് ഭക്ഷണം പാചകം ചെയ്യുന്നത് എങ്കിൽ അവരുടെ ആ നല്ല നിയ്യത്ത് കാരണം ബറക്കത്തുള്ള അടുക്കളയായി മാറും. അതുകൊണ്ട് നല്ല നിയ്യത്തുണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നല്ല നിയ്യത്ത് ഇല്ലാതാകാൻ പാടില്ല. ഇനി എട്ടാമത്തെ കാര്യം, അദമു ദിക്രില്ലാഹി ഫിൽ മത്ബഖി. അല്ലാഹുവിനെ കുറിച്ച് ദിക്ർ ചൊല്ലാത്ത അടുക്കള. ചില ഉമ്മമാരെ കണ്ടിട്ടില്ലേ, ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, സ്വലാത്തുകൾ ചൊല്ലുന്നു. ഇങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ അവരുടെ നാവ് ദിക്റുകളുമായി നനഞ്ഞിരിക്കുന്നവരാണ്. അങ്ങനെ ആ ദിക്ർ ചൊല്ലുന്ന, ഹംദ് ചൊല്ലുന്ന, ബിസ്മി ചൊല്ലുന്ന ആളാണ് അടുക്കളയിൽ എങ്കിൽ ആ അടുക്കള ബറക്കത്തുള്ളതായി മാറും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, രണ്ടാളുകൾ നിൽക്കുമ്പോൾ അയൽവാസിയെ കുറ്റം പറഞ്ഞ്, തൻ്റെ കുടുംബത്തിലെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, അങ്ങനെ ഹറാമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്ന അടുക്കളയാണെങ്കിൽ ബറക്കത്ത് നഷ്ടപ്പെടും. ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ശേഷി നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. ഇനി അടുത്തതാണ് ഒമ്പതാമത്തെ കാര്യം, അനിൽ വഖ്തി. സമയത്തെ തൊട്ട് ഭക്ഷണം പിന്തിപ്പിക്കുക എന്നത്, ഭക്ഷണം സമയത്ത് കഴിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
രോഗങ്ങളില്ലാതിരിക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ ആ ബയോളജിക്കൽ സൈക്കിൾ നിലനിർത്താനും ഭക്ഷണം സമയാസമയം കഴിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ പല ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നത് 3 മണിക്കും, ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നത് 3 മണിക്ക്, ഉച്ചഭക്ഷണം കഴിക്കുന്നത് 4 മണിക്ക്. അത് ചിലപ്പോൾ ആ വീട്ടിലെ കുടുംബിനിയാവും തിരക്കൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നിന്നത്. അങ്ങനെ പാടില്ല. ഭക്ഷണം അതിൻ്റെ സമയാസമയം കഴിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തെയാണ് നമ്മൾ നിലനിർത്തുന്നത്. ആരോഗ്യം നമുക്ക് ലഭിക്കുന്നത് ആരാധനകൾ ചെയ്യാനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഭക്ഷണം സമയാസമയം കഴിക്കുക എന്നത് അടുക്കള അല്ലെങ്കിൽ പാകം ചെയ്യുക എന്നത് ബറക്കത്തുള്ള അടുക്കളയാകാൻ കാരണമാകും. ഇനി 10ാമത്തെ കാര്യം അടുക്കളയിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടത് അദമു മുശാറകത്തി ത്വആമി, ഭക്ഷണം ഒറ്റയ്ക്ക് പാകം ചെയ്ത് കഴിക്കുക എന്നതാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു കുടുംബത്തിൽ എത്ര ആളുണ്ടോ അവർക്കൊക്കെ അതിൽ നിന്നൊരു വിഹിതം വേണം. നമ്മൾ ആരാണോ പാചകം ചെയ്യുന്നത് അവരുണ്ടാക്കുന്ന ആ ഒരു ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണം. അല്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൽ എല്ലാവരും ഒരു ടേബിളിൻ്റെ ചുറ്റുഭാഗത്തും ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം. ഏത് അടുക്കളയിൽ നിന്നാണോ ആ ഭക്ഷണം പാചകം ചെയ്തത് ആ ഭക്ഷണത്തിനെ ആ വീട്ടിലുള്ളവരെല്ലാവരും ചുറ്റുമിരുന്നു കൊണ്ട് ഒരു പാത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ ചുറ്റുമോ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ അടുക്കളയാണ് ബറക്കത്തുള്ള അടുക്കളയായി മാറുന്നത്. അത് ആ കുടുംബത്തിനെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. ആ അടുക്കള ബറക്കത്തുള്ള അടുക്കളയായി മാറും. സന്തോഷമുള്ള കുടുംബജീവിതം അവർക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ പറയപ്പെട്ട 10 കാര്യങ്ങളിൽ നമ്മൾ നിസ്സാരമാണെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്താൻ കാരണമാകും. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്, പക്ഷേ നമ്മൾ നിസ്സാരമാക്കിക്കൊണ്ട് ഒഴിവാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും സമാധാനവും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.